ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റിലെ ഫിഫ്ത്ത് മൊഡ്യൂൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിഫ്ത്ത് ചാപ്റ്റർ ആയിട്ടുള്ള പ്രൊജക്ട് റിപ്പോർട്ട് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് മൊഡ്യൂൾ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൊഡ്യൂൾ ആണ്. അതിനോടൊപ്പം നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂളും എന്ത് ചെയ്യാനായിട്ട് പാടില്ല, സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. രണ്ട് മൊഡ്യൂളും നല്ല വൃത്തിക്ക് പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്റേണൽ എക്സാമിന് നമ്മൾ ഈ രണ്ട് പോർഷൻസ് ആണ്, ഫസ്റ്റ് ചാപ്റ്ററും അതുപോലെ തന്നെ ലാസ്റ്റ് ചാപ്റ്ററും ആണ് എക്സാമിന് വരിക എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സാം ഓറിയന്റഡ് ആയിട്ട് അതിന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് ഇന്റേണൽ എക്സാമിന് വരുന്നതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ പ്രൊജക്ട് റിപ്പോർട്ടാണ്. അപ്പൊ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. മനസ്സിരുത്തി നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നല്ല മാർക്ക് മേടിക്കാനായിട്ട് സാധിക്കുന്ന മൊഡ്യൂൾ ആണിത്. അപ്പോൾ ആദ്യം തന്നെ പറയുന്നത് പ്രൊജക്ട് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എന്നുള്ളതാണ്. എന്താണ് പ്രൊജക്ട് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ all the details gathered from feasibility studies are to be consolidated into one master report. നമ്മൾ ഫീസിബിലിറ്റി സ്റ്റഡിയിലൂടെ കളക്ട് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് എന്താണോ ആ ഡീറ്റെയിൽസ് എല്ലാം കൂടെ കൺസോളിഡേറ്റ് ചെയ്ത് ഒരു മാസ്റ്റർ റിപ്പോർട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിപ്പയർ ചെയ്യുന്നു. അതിനെയാണ് പ്രൊജക്ട് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതൊരു കാര്യത്തിന്റെയും പ്രിലിമിനറി സ്റ്റേജിൽ നമ്മൾ അല്ലെങ്കിൽ പ്രൈമറി ആയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലെ, ആ പഠിക്കുന്ന കാര്യങ്ങളാണ് ഫീസിബിലിറ്റി സ്റ്റഡീസിൽ വരിക. ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ പ്രിലിമിനറി ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ് ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലായി, ഇതിനെയെല്ലാം കളക്ട് ചെയ്ത് ഒരൊറ്റ റിപ്പോർട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രൊജക്ട് റിപ്പോർട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നുണ്ട്, ഇറ്റ് ഈസ് എ ഡോക്യുമെന്റ് വേർ ഇൻ ഓൾ ദ ഡീറ്റെയിൽസ് obtained from technical analysis, financial analysis, profitability analysis, economical analysis. എന്താണ് ഇത്, എങ്ങനെയുള്ള ഒരു ഡോക്യുമെന്റ് ആണ്, ഈ പറഞ്ഞിട്ടുള്ള അനാലിസിസുകൾ, ടെക്നിക്കൽ അനാലിസിസ്, ഫിനാൻഷ്യൽ അനാലിസിസ്, അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി, എക്കണോമിക് അനാലിസിസ്, ഇതിന്റെ ഇവിടെയെല്ലാം നമ്മൾ സ്റ്റഡീസ് നടത്തി ഈ സ്റ്റഡീസിന്റെ എല്ലാം ഡീറ്റെയിൽസ് ആണ് അല്ലെങ്കിൽ ആ ഒരു ഡോക്യുമെന്റ് ആണ് എന്ന് പറയുന്നത് പ്രൊജക്ട് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഹെഡിങ് നോക്കുക, purpose or objectives or importance or benefits, use, function. അല്ലെ, ഇതിനകത്ത് എന്ത് ചോദിച്ചാലും, ഒബ്ജക്റ്റീവ്സ് ചോദിക്കുകയാണെങ്കിലും ഇമ്പോർട്ടൻസ് ചോദിക്കുകയാണെങ്കിലും ബെനഫിറ്റ് ചോദിക്കുകയാണെങ്കിലും യൂസ് ആണ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ആണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് എഴുതിയാൽ മതി, ഈ പോയിന്റ്സ് എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഓരോ പോയിന്റ്സും എന്താന്നുള്ളത് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്താ, ടു സെർവ് ആസ് എ ബിസിനസ് പ്ലാൻ. അതായത് നല്ലൊരു ബിസിനസിന്റെ ഒരു ബിസിനസ് പ്ലാൻ, എങ്ങനെ നമ്മൾ അതിന്റെ ഗോളുകളെ അച്ചീവ് ചെയ്യണം അല്ലെങ്കിൽ എന്റർപ്രൈസസിന്റെ ഒബ്ജക്റ്റീവ്സിനെ നമുക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും, ഇതിനെയെല്ലാം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ബിസിനസ് പ്ലാൻ ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ പ്രൊജക്ട് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, റോഡ് മാപ്പ്, ഏത് ഡയറക്ഷനിലാണ് നമ്മൾ പോകേണ്ടത്. നമ്മൾ പറഞ്ഞു നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്താണ് അല്ലെങ്കിൽ നമ്മുടെ ഗോൾസ് എന്താണ്, അതിനെ എങ്ങനെ ഹൗ ടു റീച്ച് ദ ഗോൾ എന്നുള്ളത് നമുക്ക് ഇങ്ങനെയാണ് മനസ്സിലാവുന്നത്, ഈ ഒരു പ്രൊജക്ട് റിപ്പോർട്ടിലൂടെയാണ്. അപ്പൊ ഇതെന്താണ്, ശരിക്കും ഒരു റോഡ് മാപ്പ് ആണ്, നമ്മുടെ ഗോളിലേക്ക് എത്താനായിട്ടുള്ള റോഡ് മാപ്പ് ആണ്. അപ്പൊ ഇതൊരു ബിസിനസ് പ്ലാൻ ആണ്, അതുപോലെ തന്നെ എന്താണ്, ഒരു റോഡ് മാപ്പ് ആണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നത് എന്താണ്, enable the entrepreneur to understand at the initial stage whether the project report is viable or not. എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു പ്രൊജക്ട് കറക്റ്റ് ആണോ, വയബിൾ ആണോ, അതുപോലെ തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എന്താണ്, കറക്റ്റ് ആണോ എന്നുള്ളതൊക്കെ ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് നോക്കിയാൽ മതിയായിരിക്കും, നമ്മുടെ പ്രൊജക്ട് റിപ്പോർട്ട് ചെക്ക് ചെയ്താൽ മതിയായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ്, ഹെൽപ്പ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹി നീഡ്സ് വെൽ ഇൻ അഡ്വാൻസ്. ഈ ഒരു പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമായിട്ട് വരുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെക്ക് ചെയ്താൽ മതി, നമ്മുടെ ഈ പ്രൊജക്ട് റിപ്പോർട്ട് ചെക്ക് ചെയ്താൽ മതി. to show a general idea of various resources, അതായത് റോ മെറ്റീരിയൽസ് എത്രത്തോളം വേണം, അതുപോലെ തന്നെ നമ്മുടെ മാൻ പവർ, ഫിനാൻസ്, ഇൻഫ്രാസ്ട്രക്ചർ, ഇതിനെ കുറിച്ചൊക്കെയുള്ള അല്ലെങ്കിൽ ഈ റിസോഴ്സസിനെ കുറിച്ചൊക്കെയുള്ള ഐഡിയാസ് നമുക്ക് എവിടെ നിന്ന് കിട്ടും, ഈ പ്രൊജക്ട് റിപ്പോർട്ടിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ഹെൽപ്പ് ടു ടേക്ക് ക്രൂഷ്യൽ ഡിസിഷൻസ്. അതായത് ഈ ക്രൂഷ്യൽ ഡിസിഷൻസ് എന്ന് പറയുമ്പോൾ ഹൗ മച്ച് ടു പ്രൊഡ്യൂസ്, അതുപോലെ തന്നെ നമ്മൾ എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യണം, നമ്മുടെ ബ്രേക്ക് ഈവൻ എങ്ങനെയാണ്, അതുപോലെ തന്നെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ നമുക്ക് മനസ്സിലാകുന്നത് എന്തിലൂടെയാണ്, ഈ പ്രൊജക്ട് റിപ്പോർട്ടിലൂടെയാണ്. To
ഗെറ്റ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫ്രം ബാങ്ക്സ്, നമുക്ക് ബാങ്ക്സിൽ നിന്നെല്ലാം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടുന്നു. ടു ഫോർകാസ്റ്റ് ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ, അതായത് എന്താണ് നമ്മുടെ ഡിമാൻഡ് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിന്റെ ഡിമാൻഡും അതിന്റെ സപ്ലൈയും എല്ലാം, അതുപോലെ തന്നെ എന്താ പറയുന്ന നമ്മുടെ കസ്റ്റമേഴ്സിന്റെ അല്ലെങ്കിൽ കോമ്പറ്റേറ്റേഴ്സിന്റെ പൊസിഷൻസ്, ഇതെല്ലാം നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഇതെല്ലാമാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ പർപ്പസ്, ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ്, ബെനിഫിറ്റ്, യൂസ്, ഫങ്ഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എന്ത് തന്നെയാണ് എഴുതേണ്ടത്, ഈ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് തന്നെയാണ് എഴുതേണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനായിട്ടുള്ളത് കണ്ടന്റ്സ് ഓഫ് എ പ്രൊജക്ട് റിപ്പോർട്ട് ആണ്. എന്തൊക്കെ കണ്ടന്റുകളാണ് ഒരു പ്രൊജക്ട് റിപ്പോർട്ടിൽ വരുന്നത്. അപ്പൊ ഈ ചാപ്റ്ററിൽ നമുക്ക് 2 essay ക്വസ്റ്റ്യൻസ് ആണ് പ്രതീക്ഷിക്കാവുന്നത്. അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ കണ്ടന്റ്സ് എന്താണെന്നുള്ളതാണ്, ഒരു പ്രൊജക്ട് റിപ്പോർട്ടിന്റെ കണ്ടന്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഞാനിവിടെ പോയിന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്, എക്സ്പ്ലനേഷൻ ഞാൻ പറയുന്നുണ്ട്, അത് കേട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് സമ്മറി ആണ്. അപ്പൊ എക്സിക്യൂട്ടീവ് സമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് എ ബ്രീഫ് സമ്മറി ഓഫ് ദി എൻറ്റയർ പ്ലാൻ, അതായത് ഈ എൻറ്റയർ പ്ലാനിനെയും കുറിച്ചുള്ള വളരെ ബ്രീഫ് ആയിട്ടുള്ള ഒരു സമ്മറി ആണ് എന്തെന്ന് പറയുന്നത്, ഈ എക്സിക്യൂട്ടീവ് സമ്മറി എന്ന് പറയുന്നത്. എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെയും ഈ സമ്മറിക്കകത്ത് അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണോ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് അതിനെയെല്ലാം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് ഈ ഒരു സമ്മറിക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ബേസിക് ഇൻഫോർമേഷൻസ്, കമ്പനിയെ കുറിച്ചുള്ള ബേസിക് ഇൻഫോർമേഷൻസ് ആയിരിക്കും. അതായത് കമ്പനിയുടെ പേരെന്താണ്, കമ്പനി എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, കമ്പനിയുടെ ബിസിനസ്, ആ ഒരു ചെയ്യുന്ന ആ ബിസിനസിന്റെ നേച്ചർ എന്താണ്, അതുപോലെ തന്നെ ഏതൊരു ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ സർവീസ് ആണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ബേസിക് ഇൻഫോർമേഷൻസ് ഒക്കെ ആയിരിക്കും എക്സിക്യൂട്ടീവ് സമ്മറിയിൽ ഉണ്ടാവുക. അപ്പൊ എക്സിക്യൂട്ടീവ് സമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്, ദിസ് ഈസ് എ ബ്രീഫ് സമ്മറി ഓഫ് ദി എൻറ്റയർ പ്ലാൻ, ആ പ്ലാനിനെ കുറിച്ചുള്ള ബ്രീഫ് സമ്മറിയാണ്, മുഴുവൻ പ്ലാനിനെ കുറിച്ചുള്ള ബ്രീഫ് സമ്മറിയാണ് എക്സിക്യൂട്ടീവ് സമ്മറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഉണ്ടാവുന്ന ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്താണോ ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ആണ് ഇവിടെ വരിക, ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ വരുന്നത്. തേർഡ് പോയിന്റ് ആണ് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി പ്രൊമോട്ടേഴ്സ്. ഈ ഒരു പോയിന്റിൽ ഉണ്ടാവുന്ന എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. ആ പോയിന്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി പ്രൊമോട്ടേഴ്സ്, പ്രൊമോട്ടേഴ്സിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച്. അപ്പൊ ഒരാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ആയിരിക്കും അല്ലെ. നെയിം എന്താണ്, അഡ്രസ് എന്താണ്, ഏജ്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, വർക്ക് എക്സ്പീരിയൻസ്, പ്രൊജക്ട് റിലേറ്റഡ് എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് പൊട്ടൻഷ്യൽ, ഇതെല്ലാമാണ് ഇവിടെ വരുന്നത് ബാക്ക്ഗ്രൗണ്ട് ഓഫ് പ്രൊമോട്ടേഴ്സിൽ വരുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്താണ്, പ്രൊഡക്റ്റ്. കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ വരിക, പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഹെഡിന്റെ അണ്ടറിൽ വരിക. ഡീറ്റെയിൽസ് ഓഫ് പ്രൊഡക്ട്സ് ടു ബി പ്രൊഡ്യൂസ്ഡ്, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്താണോ അതിന്റെ ഡീറ്റെയിൽസ്, അതായത് ആപ്ലിക്കേഷൻ ഓഫ് പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഐഡിയ, പ്രപ്പോസ്ഡ് പ്രൊഡക്റ്റ് മിക്സ്, പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡ്, ഇവയെല്ലാം എവിടെ വരും, ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഹെഡിന്റെ അണ്ടറിൽ വരും. അഞ്ചാമത്തെ പോയിന്റ് എന്താണ്, മാർക്കറ്റ് ആൻഡ് മാർക്കറ്റിംഗ്. ഈ ഒരു ഹെഡിന്റെ അണ്ടറിൽ വരുന്നത് നമ്മുടെ പ്രൊഡക്റ്റിന്റെ യൂസേഴ്സ് ആരൊക്കെയാണ്, യൂസേഴ്സ് ഓഫ് പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ മേജർ ബയേഴ്സ്, ഏരിയ ടു ബി കവേർഡ്, അതായത് നമ്മുടെ പ്രൊഡക്റ്റിന്റെ മേജർ ബയേഴ്സ് ആരാണ്, ഏത് ഏരിയ വേണം നമ്മൾ കവർ ചെയ്യാനായിട്ട്, നമ്മൾ യൂസ് ചെയ്യുന്ന സെല്ലിംഗ് സ്ട്രാറ്റജി എന്താണ്, നമ്മുടെ സെല്ലിംഗ് പ്രൈസ് നമ്മൾ എന്ത് ചെയ്യണം, എസ്റ്റിമേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഏതൊരു ഡിസ്ട്രിബ്യൂഷൻ ചാനൽ വഴിയാണ് നമ്മുടെ പ്രൊഡക്റ്റിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഇരിക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് യൂസ് ചെയ്യുന്ന പ്രൈസിംഗ് സ്ട്രാറ്റജി എന്താണ്, അവർ ഏത് ചാനലാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ സെല്ലിംഗ് സ്ട്രാറ്റജി എന്താണ്, ഇവയെല്ലാമാണ് എവിടെ വരുന്നത്, മാർക്കറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഹെഡിന്റെ അണ്ടറിൽ വരുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ലൊക്കേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ, അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഏതൊരു ടൈപ്പ് ഓഫ് ബിസിനസ്സിന്, പല ബിസിനസ്സുകളും പല നേച്ചറിലുള്ള ബിസിനസ് ആണ്, എല്ലാ ലൊക്കേഷനിലും എല്ലാ ബിസിനസ്സുകൾക്കും കണ്ടിന്യൂ ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാനോ സാധിക്കോ, ഇല്ല. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ആ ബിസിനസിന്റെ നേച്ചർ എന്താണോ അതിനനുസരിച്ച് എന്ത് ചെയ്യാം, നമ്മുടെ ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. ആ ലൊക്കേഷൻസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് നമ്മുടെ ബിസിനസ് ടൈപ്പ് തന്നെയാണ്, അതേപോലെ തന്നെ ബിസിനസ് സൈസ് ആണ്, നമ്മുടെ മേജർ ബയേഴ്സിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. അതാണ് ലൊക്കേഷൻ എന്ന് പറയുന്നതിന്റെ അണ്ടറിൽ വരുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, പ്രൊഡക്ഷൻ.
നിങ്ങളിവിടെ ഈ പ്രൊഡക്റ്റ് എന്ന് മാത്രം എഴുതിയാൽ പോരാ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എന്ന് മാത്രം എഴുതിയാൽ പോരാ, പ്രൊഡക്ഷൻ പ്രോസസ് എന്നുള്ളത് കൂടെ ഒന്ന് ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിന്റെ അണ്ടറിൽ വരുന്നത് മാനുഫാക്ചറിങ് പ്രോസസ്സ്, അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്താണ്, അതേപോലെ തന്നെ ഫ്ലോ ചാർട്ട്, പ്രൊഡക്ഷൻ പ്രോഗ്രാം, പ്രൊജക്ട് നെറ്റ്വർക്ക്, ഇതെല്ലാമാണ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ പ്രോസസ് എന്ന് പറയുന്ന ഹെഡിന്റെ അണ്ടറിൽ വരുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. നമുക്ക് എത്രത്തോളം എന്താ പറയുന്നത് നമ്മുടെ റോ മെറ്റീരിയൽസ് ആവശ്യമുണ്ട്, അതിന്റെ ക്വാണ്ടിറ്റി എത്രയാണ്, അതിന്റെ ക്വാളിറ്റി എത്രയാണ്, അതുപോലെ തന്നെ അത് ഏത് റിസോഴ്സിൽ നിന്ന് നമുക്ക് കിട്ടും, അതുപോലെ തന്നെ റോ മെറ്റീരിയൽസിന്റെ കോസ്റ്റ്, ഇതെല്ലാമാണ് റോ മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഹെഡിന്റെ അണ്ടറിൽ വരുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് യൂട്ടിലിറ്റീസ്, അതായത് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതായത് വാട്ടർ, പവർ, സ്റ്റീം സോഴ്സസ്, ഇതെല്ലാമാണ് അവിടെ വരുന്നത് യൂട്ടിലിറ്റീസിൽ വരുന്നത്. നെക്സ്റ്റ് പറയുന്നത് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അവിടെ പറയുന്നത് കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ട്, അതേപോലെ തന്നെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ മെത്തേഡ്, ഇവയെല്ലാമാണ് ഇവിടെ പറയുന്നത് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ പറയുന്നത്. നെക്സ്റ്റ് എന്താ പറയുന്നത് മാൻ പവർ റിക്വയർമെന്റ്. മാൻ പവർ റിക്വയർമെന്റിൽ പറയുന്ന ഇതാണ്, അതായത് നമ്മളൊരു പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആളുകൾക്ക് അവിടെ എന്ത് കൊടുക്കാനായിട്ട് സാധിക്കും, ജോബ് കൊടുക്കാനായിട്ട് സാധിക്കും. ആ കൊടുക്കുന്ന ആളുകളിൽ സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ എത്ര പേര് വേണം, സെമി സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസ് എത്ര പേര് വേണം, ടെക്നിക്കൽ ആയിട്ടുള്ളവര്, നോൺ ടെക്നിക്കൽ ആയിട്ടുള്ളത്, അഡ്മിനിസ്ട്രേറ്റീവ്, അതുപോലെ തന്നെ മാനേജറിയൽ സ്റ്റാഫ്, മാർക്കറ്റിംഗ് പേഴ്സൺ, ഇങ്ങനെ പല കാറ്റഗറിയിലും നമുക്ക് ആളുകളെ ആവശ്യമുണ്ടായിരിക്കും. അപ്പോൾ അത് എത്രത്തോളം ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം, റിക്രൂട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ വരുന്നത് മാൻ പവർ റിക്രൂട്ട്മെന്റിൽ പറയുന്നത്. എത്രത്തോളം ആളുകളെ നമുക്ക് ആവശ്യമുണ്ട്, അതാണ് നമ്മുടെ റിക്വയർമെന്റ് അല്ലെ. എത്രത്തോളം ആളുകളെ നമുക്ക് ആവശ്യമുണ്ട്, ആ ആവശ്യമുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റിക്രൂട്ട് ചെയ്യേണ്ടത്, ജോബിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് എന്ത് വരുന്നുണ്ട്, പലതരത്തിലുള്ള സോഴ്സുകൾ വരുന്നുണ്ട്. അവിടെ ഓരോരുത്തരെയും റിക്രൂട്ട് ചെയ്യാനായിട്ട് വരുന്ന കോസ്റ്റുകൾ, പലതരത്തിലുള്ള കോസ്റ്റുകൾ വരുന്നുണ്ട്. ആ കോസ്റ്റുകളെല്ലാമാണ് ഇവിടെ വരുന്നത് നമ്മുടെ സപ്ലൈ കോസ്റ്റ്, അതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള കോസ്റ്റുകളുണ്ട്. ആ കോസ്റ്റുകളെല്ലാം നമ്മുടെ മാൻ പവർ റിക്വയർമെന്റ് എന്ന് പറയുന്ന ഹെഡിന്റെ അണ്ടറിലാണ് വരുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ലാൻഡ് ഏരിയ, കൺസ്ട്രക്ഷൻ ഏരിയ, കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ പ്ലാന്റ് ലേ ഔട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറയുന്ന കാര്യത്തിൽ വരുന്നത്. അതായത് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ലാൻഡ്, അതുപോലെ തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ബിൽഡിംഗ്, അതിന് വേണ്ട വരുന്ന കോസ്റ്റ്, അവയൊക്കെയാണ് ഇവിടെ വരുന്നത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഹെഡിന്റെ അണ്ടറിൽ വരുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, പ്ലാന്റ് ആൻഡ് മിഷനറി. നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ഡിഫറെന്റ് ടൈപ്പ് മിഷനറീസ് വേണം. അപ്പൊ ഈ മിഷനറീസിന്റെ ഡീറ്റെയിൽസ്, ഇത് എത്രത്തോളം കപ്പാസിറ്റി ഉള്ള മിഷനറി ആണ്, ഇതിന് എത്ര കോസ്റ്റ് നമുക്ക് വരുന്നുണ്ട്, ആ ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മൾ ഇവിടെ പറയാ പ്ലാന്റ് ആൻഡ് മിഷനറി എന്ന് പറയുന്ന ഹെഡിന്റെ അണ്ടറിൽ വരുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, കോസ്റ്റ് ഓഫ് പ്രൊജക്ട് ആൻഡ് സോഴ്സ് ഓഫ് ഫിനാൻസ്. ഈ ഒരു പ്രൊജക്ടിന് എത്രത്തോളം എന്ത് വരുന്നുണ്ട്, കോസ്റ്റ് വരുന്നുണ്ട്. ഈ കോസ്റ്റ് നമ്മൾ എവിടുന്ന് കണ്ടെത്തും, അതാണ് സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത്. ബാങ്ക് ലോൺ ആയിട്ട്, അങ്ങനെ പല രീതിയിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കില്ല. അപ്പൊ നമ്മുടെ സോഴ്സ് ഓഫ് ഫിനാൻസ് എവിടെ നിന്നായിരിക്കും, എത്രയാണ് കോസ്റ്റ് എന്നുള്ളത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണം. ഈ കോസ്റ്റ് എങ്ങനെ നമുക്ക് മീറ്റ് ചെയ്യാം എന്നുള്ള സോഴ്സ് ഓഫ് ഫിനാൻസ് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് ആണ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ വയബിലിറ്റി ഓഫ് ദി പ്രൊജക്ട്. അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഫോർ ദ ഫസ്റ്റ് ഇയേഴ്സ്. നമ്മുടെ പ്രൊഡക്ഷൻ എത്രത്തോളം കോസ്റ്റ്, അല്ലെങ്കിൽ പ്രൊജക്ടിന് എത്രത്തോളം കോസ്റ്റ് വന്നു, അതിന്റെ ആദ്യത്തെ വർഷങ്ങളിലെ അതിന്റെ എന്താ പറയുന്നത് പ്രോഫിറ്റബിലിറ്റി എന്തായിരുന്നു, ബ്രേക്ക് ഇവൻ അനാലിസിസ്, അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ്, ഇവയെല്ലാമാണ് ഇവിടെ വരുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ വയബിലിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രൊജക്ടിന്റെ റിപ്പോർട്ടിന്റെ ഏറ്റവും ലാസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത്. അപ്പൊ ഈ 15 പോയിന്റ്സ് ആണ് എന്തായിട്ട് വരുന്നത്, നമ്മുടെ പ്രൊജക്ട് റിപ്പോർട്ടിന്റെ കണ്ടന്റ്സ് ആയിട്ട് വരുന്നത്. ഇപ്പൊ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ, അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. ഓരോ ഹെഡ് എന്താണോ അത് തന്നെയാണ് അതിന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റുന്ന പോയിന്റ് ആണ്. അപ്പോൾ ഒരു എസ്സേ ക്വസ്റ്റ്യനുമായി അപ്പൊ എന്ത് ചെയ്യാം, നല്ല വൃത്തിക്ക് ഇത് പഠിക്കുക. നെക്സ്റ്റ് എന്താണ് പറയുന്നത്, റിക്വയർമെന്റ്സ് ഓഫ് എ ഗുഡ് ഓർ ആൻ ഐഡിയൽ പ്രൊജക്ട് റിപ്പോർട്ട്. രണ്ട് വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഗുഡ്, ഐഡിയൽ. രണ്ടും ചോദിച്ചാൽ എന്താണ് എഴുതേണ്ടത്, ഈ പോയിന്റ്സ് തന്നെയാണ് എഴുതേണ്ടത്. എന്താ ഫസ്റ്റ് പോയിന്റ് പറയുന്നത്, അതായത് നല്ലൊരു പ്രൊജക്ട് റിപ്പോർട്ടിന് എന്തെല്ലാം റിക്വയർമെന്റ്സ് ആണ് ഉള്ളത് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്താ, ഇറ്റ് ഷുഡ് ബി പ്രിപ്പയർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ എക്സ്പേർട്ട് ടീം. ഒരു പ്രൊജക്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ വെറുതെ അങ്ങ് പ്രിപ്പയർ ചെയ്യല്ല ചെയ്യുന്നത്. നമുക്ക് എന്ത് വേണം എന്നാണ് പറയുന്നത്, ഒരു എക്സ്പേർട്ട് ടീമിന്റെ ഹെൽപ്പോട് കൂടി വേണം നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൊജക്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്.
ഇറ്റ് ഷുഡ് ബി പ്രിസൈസ്, ആക്യുറേറ്റ് ആൻഡ് സ്പെസിഫിക്. ഒരു പ്രൊജക്ട് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ ആക്യുറേറ്റ് ആയിട്ട് പ്രിസൈസ് ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറ്റ് ഈസ് ദ മീൻസ് നോട്ട് ആൻ എൻഡ്. അതായത് ഒരു പ്രൊജക്ട് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു എൻഡ് അല്ല. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനായിട്ടുള്ളത് അല്ലെങ്കിൽ അതിന്റെ മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പ്രൊജക്ട് റിപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ അതൊരു എൻഡ് അല്ല എന്ന് പറയാൻ വേണ്ടി കാരണം, നമ്മൾ ഈ പ്രൊജക്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് നമ്മുടെ പ്രൊജക്ട് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. വേറെ എന്തെങ്കിലും ഒരു കാര്യം ആലോചിച്ച് നോക്കുക. ഇപ്പൊ നമ്മുടെ ഫൈനൽ ഇയറിലെ പ്രൊജക്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ആ പ്രൊജക്ട് ചെയ്ത് അവസാനിപ്പിച്ച് ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കാര്യം അവിടെ അവസാനിച്ചു കഴിഞ്ഞു അല്ലെ. ആ സ്റ്റഡി കഴിഞ്ഞു. അവിടെ നമ്മൾ അതിന് ഫർദർ ആയിട്ട് പിന്നെ ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല. അവിടെ എൻഡ് ആണ്. പക്ഷെ ഇവിടെ എന്താണ്, അതൊരു എൻഡ് അല്ല. ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു മാർഗരേഖയാണ് ഇതെന്ന് പറയുന്നത്, നമ്മുടെ പ്രൊജക്ട് റിപ്പോർട്ട് എന്ന് പറയുന്നത്. The content of a project report should be in a logical sequence. അതായത് ഒരു നല്ല പ്രൊജക്ട് റിപ്പോർട്ട് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ലോജിക്കൽ സീക്വൻസ്, അതായത് എന്താ പറയുക, ആദ്യം എന്താണ് പ്രൊജക്ട്, നമ്മളിപ്പം എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കണ്ടന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന്റെ ഓർഡറിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ കാര്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്യാനായിട്ട്, ആ കണ്ടന്റിനെ നമ്മൾ അറേഞ്ച് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ആദ്യം എന്താണ് പ്രൊജക്ട് എന്ന് പറഞ്ഞു, പിന്നെ റോ മെറ്റീരിയൽസിനെ കുറിച്ച് പറയണോ, പിന്നെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയണം. അപ്പൊ യാതൊരു വിധ ഒരു ബന്ധമില്ലാത്ത രീതിയിൽ ആവരുത്. ഒരു നല്ല പ്രൊജക്ട് റിപ്പോർട്ട് ആവുന്ന സമയത്ത് ലോജിക്കൽ സീക്വൻസിൽ വേണം നമ്മൾ എന്ത് അറേഞ്ച് ചെയ്യാനായിട്ട്, ഒരു പ്രൊജക്ട് റിപ്പോർട്ടിന്റെ കണ്ടന്റ്സ് അറേഞ്ച് ചെയ്യാനായിട്ട്. ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ പ്രോപ്പർ സർവേ. നല്ല രീതിയിലുള്ള ഒരു സർവേയുടെ ബേസിസിലായിരിക്കണം അല്ലെങ്കിൽ സർവേ നടത്തിയതിനു ശേഷമായിരിക്കണം നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യേണ്ടത്, പ്രൊജക്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എവിടെന്നെങ്കിലും എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് ആരുടെയെങ്കിലും ഐഡിയ അല്ല നമ്മുടെ പ്രൊജക്ട് റിപ്പോർട്ടിൽ വരേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ ചെയ്ത പ്രൊജക്ടിന്റെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സർവേയുടെ ബേസിസിൽ വേണം എന്ത് വരാനായിട്ട്, പ്രൊജക്ട് റിപ്പോർട്ട് വരാനായിട്ട്. ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ സിസ്റ്റമാറ്റിക് പ്രിലിമിനറി സ്റ്റഡി. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പ്രോപ്പർ സർവേയുടെ ബേസിസിലായിരിക്കണം. അതുപോലെ തന്നെയാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു പ്രിലിമിനറി സ്റ്റഡി നടത്തിയതിനു ശേഷമായിരിക്കണം നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യേണ്ടത്, നമ്മുടെ പ്രൊജക്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ 2 എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഒന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, കണ്ടന്റ്സ് ആയിരുന്നു അല്ലെ. രണ്ടാമത്തെന്ന് പറയുന്നത് ഒരു പ്രൊജക്ട് റിപ്പോർട്ടിന്റെ ആ ഒരു ഫോർമാറ്റ് എന്താണ് അല്ലെങ്കിൽ പെർഫോമ എന്താണെന്നുള്ളതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് ഇത് നല്ലൊരു ലെങ്തി ആയിട്ടുള്ള പോർഷൻ ആണ്. പക്ഷെ നമ്മൾ കണ്ടന്റിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതിന്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ പറയുന്നത്, നമ്മുടെ പെർഫോമയിൽ പറയുന്നത്. പക്ഷെ ഒരു ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രമാണ് നമ്മളോട് ഇത് ചോദിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ നമുക്ക് സ്കിപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ എന്ത് ചെയ്യണം, ഇത് നമ്മൾ അസൈൻമെന്റ് ചെയ്ത സമയത്ത് നമ്മളത് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ആ അസൈൻമെന്റിൽ തന്നെ കാര്യം നോക്കി പഠിച്ചാൽ മതി. ഇവിടെ ഞാൻ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നില്ല. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രിൻസിപ്പിൾസ്, ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് എ ഗുഡ് പ്രൊജക്ട് റിപ്പോർട്ട്. ഒരു നല്ല പ്രൊജക്ട് റിപ്പോർട്ടിന്റെ ജനറൽ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒരു 10ഓളം പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത്. അപ്പോൾ ആദ്യം ഇവിടെ ഞാൻ പോയിന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്, എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടില്ല. നമ്മൾ പറയും എക്സ്പ്ലനേഷൻ, അത് എന്താ പറയുന്നത്, സിമ്പിൾ പോയിന്റ്സ് ആയതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കാത്തത്. പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ എക്സാമിനെ ആയതുകൊണ്ട് വാരി വലിച്ച് നമ്മൾ അതിനെ കുറിച്ച് പറയുന്നില്ല. അപ്പൊ ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് പ്രോപ്പർ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ. അതായത് നമ്മുടെ പ്രൊജക്ട് റിപ്പോർട്ടിലെ ഇൻഫർമേഷൻസ് എങ്ങനെയായിരിക്കണം, പ്രോപ്പർ ആയിട്ട്, അതായത് ഒരു ഫ്ലോ ഉണ്ടായിരിക്കണം. അതായത് ഒരു ഈ പ്രൊജക്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആളുകൾ പോലും ഇത് കാണുന്ന സമയത്ത് ഇന്നതാണ് ഈ പ്രൊജക്ടിന്റെ ഉള്ളിൽ പറഞ്ഞിട്ടുള്ളത്, ഇതാണ് ഈ പ്രൊജക്ടിന്റെ കണ്ടന്റ് എന്നുള്ള കാര്യം മനസ്സിലാവാനായിട്ട് സാധിക്കണം. അപ്പൊ ആ ഇൻഫർമേഷൻസ് കറക്റ്റ് ആയിട്ട് ആ ഒരു ഫ്രീ ഫ്ലോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാവാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഫസ്റ്റത്തെ പ്രിൻസിപ്പിൾ എന്താണ്, ഇൻഫർമേഷന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഫ്ലോ ആണ്. പ്രിൻസിപ്പിൾ ഓഫ് പ്രോപ്പർ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ, കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ. നെക്സ്റ്റ് എന്താണ് പറയുന്നത്, പ്രിൻസിപ്പിൾ ഓഫ് എ പ്രോപ്പർ ടൈമിംഗ് എന്നുള്ളതാണ്. അതായത് നമുക്ക് പ്രൊജക്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ടൈം എന്താണോ ആ സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, നമ്മൾ ആ റിപ്പോർട്ടിനെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് പ്രോപ്പർ ടൈമിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ആക്യുറസി. അതായത് നമ്മൾ അതിനകത്ത് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്ട് റിപ്പോർട്ടിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കണം. അതായത് ആരെയും മിസ്ലീഡ് ചെയ്യുന്ന ടൈപ്പിലുള്ള അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എവിടെ കൊടുക്കാനായിട്ട് പാടില്ല, നമ്മുടെ പ്രൊജക്ട് റിപ്പോർട്ടിൽ കൊടുക്കാനായിട്ട് പാടില്ല.
നെക്സ്റ്റ് പറയുന്നത് എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് റെലവൻസ്. അതായത് റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമാണ് ഇവിടെ വരേണ്ടത്, നമ്മുടെ പ്രൊജക്ട് റിപ്പോർട്ടിൽ വരേണ്ടത്. കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ വരേണ്ടതായിട്ടില്ല, നമ്മുടെ പ്രൊജക്ട് റിപ്പോർട്ടിൽ വരേണ്ടതായിട്ടില്ല. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് ക്ലാരിറ്റി. അതായത് നമ്മൾ അവിടെ പറയുന്ന കാര്യങ്ങൾ വളരെ സിമ്പിൾ ടേംസിൽ കേൾക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ വായിക്കുന്ന ആൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ, ക്ലാരിറ്റി ഉള്ള രീതിയിൽ, സിമ്പിൾ ടേംസിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസി ആണ്. അതായത് നമ്മുടെ പ്രൊജക്ട് റിപ്പോർട്ടിന്റെ ആ ഒരു ഫോർമാറ്റ് ഉണ്ടല്ലോ, ആ ഫോർമാറ്റ് എന്ത് ചെയ്യാനായിട്ട് പാടില്ല, ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കാനായിട്ട് പാടില്ല. ഒരു സമയത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയ സമയത്ത് നമുക്കൊരു ഫോർമാറ്റും അത് അവസാനിക്കുന്ന സമയത്ത് വേറൊരു ഫോർമാറ്റും ആവാനായിട്ട് പാടില്ല. ഏതൊരു ഫോർമാറ്റ് ആണോ നമ്മൾ അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നത്, അത് അതിന്റെ എൻഡ് വരെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ എൻഡ് പോർഷൻ വരെ സെയിം ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടതാണ് പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസിയിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ബ്രിവിറ്റി. അതായത് കുറെ ഒരു വലിയ റിപ്പോർട്ട് ആണ് എന്നുണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും, റിപ്പോർട്ടിൽ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അത് പക്ഷെ എന്താ പറയുന്നത്, വാരി വലിച്ച് ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ വളരെ ലോങ് ആയിട്ട് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആർക്കും അത് വായിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, അല്ലെ? അപ്പോൾ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ ബ്രീഫ് ആയിട്ട് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിൾ ടേംസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ വേർഡ്സ് ഉപയോഗിച്ച് വളരെ ബ്രീഫ് ആയിട്ട് വേണം എന്ത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ പ്രൊജക്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ പോയിന്റ് ആണ് പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമി എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു പ്രൊജക്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ കോസ്റ്റ് കുറവായിട്ടുള്ള രീതിയിൽ വേണം അതിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണോ അതിലും കുറവായിട്ട് വേണം എന്ത് വരാനായിട്ട്, കോസ്റ്റ് വരാനായിട്ട്. ഈക്വൽ ആയിട്ട് വന്നാൽ, ബ്രേക്ക് ഈവൻ ആയിട്ട് വന്നാൽ പോലും ഇഷ്യൂ ഇല്ല. പക്ഷെ എന്താവാൻ പാടില്ല, ബെനഫിറ്റിന്റെ മേലെ എന്ത് പോവാനായിട്ട് പാടില്ല, കോസ്റ്റ് പോവാനായിട്ട് പാടില്ല. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് പ്രോപ്പർ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു പ്രൊജക്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റാഫുകൾക്ക് അത് പ്രിപ്പയർ ചെയ്യാനായിട്ട് കൊടുക്കുന്ന സമയത്ത് അവർക്ക് കുറച്ചും കൂടെ പണി ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ പ്രോപ്പർ ആയിട്ട് സമയം കൊടുക്കാതെ, എന്താ പറയുന്നത്, ഒരു പ്രൊജക്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസം സമയം വേണം എന്ന് വിചാരിക്കുക. ഇവർക്ക് വെറും ഒരു 5 ദിവസം മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പൊ എന്താണ്, അവർക്ക് അവിടെ ബേർഡൻ കൂടുകയാണ്. അപ്പൊ അങ്ങനെയൊന്നും ചെയ്യാതെ ഒരു പ്രോപ്പർ ടൈം സെറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യാനായിട്ട്, നമ്മുടെ പ്രൊജക്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ലാസ്റ്റ് പറയുന്ന പോയിന്റ് ആണ് 10ാമത്തെ പോയിന്റ്, പ്രിൻസിപ്പിൾ ഓഫ് ഫാക്ച്വൽ ഇൻഫർമേഷൻ. നമ്മുടെ റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കണം. അതിന്റെ റീസൺ എന്ന് പറയുന്നത്, എല്ലാത്തിനും നമ്മൾ കൊടുക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. എന്തുകൊണ്ടാണ് അത് നമ്മളൊരു പ്രിൻസിപ്പിളിൽ ഉൾപ്പെടുത്തിയെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലായിരിക്കും അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ഫ്യൂച്ചറിൽ ഡിസിഷൻസ് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻസ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഡിസിഷൻസിന് അല്ലെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിൽ എടുക്കാനായിട്ട് പോകുന്ന ഡിസിഷനെ എന്ത് ചെയ്യും, ബാഡ് ആയിട്ട് അഫക്ട് ചെയ്യും. എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻസ്, ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് ഫാക്ച്വൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കണം. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് മെത്തേഡ്സ് ഓഫ് റിപ്പോർട്ടിംഗ്. ഈ റിപ്പോർട്ടിംഗ് നമുക്ക് ഏതൊക്കെ രീതിയിൽ ചെയ്യാം, നമ്മുടെ പ്രൊജക്ട് റിപ്പോർട്ടിംഗ് ഏതൊക്കെ രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് 3 രീതിയിലാണ് നമ്മുടെ റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. റിട്ടേൺ റിപ്പോർട്ടിംഗ് ഉണ്ട്, ഗ്രാഫിക് റിപ്പോർട്ടിംഗ്, അതുപോലെ തന്നെ ഓറൽ റിപ്പോർട്ടിംഗ്. ആ 3 കാര്യങ്ങൾ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. റിട്ടേൺ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ആ കാര്യത്തെ എന്ത് ചെയ്യാണ്, എഴുതി സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് റിട്ടേൺ റിപ്പോർട്ടിംഗ്. ഗ്രാഫിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, നമ്മളൊരു പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ, ഏതെങ്കിലും ഒരു ഗ്രാഫ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഗ്രാഫിക്കൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഇനി ഓറൽ റിപ്പോർട്ടിംഗ് പല രീതിയിലുള്ള ഓറൽ ആയിട്ട് നമ്മളിപ്പോ ചില ക്ലാസ്സുകളൊക്കെ നമ്മൾ ഈ പവർ പോയിന്റ് പ്രസന്റേഷനിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നത്, നമ്മൾ ഓറൽ ആയിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞാണ് എന്ത് ചെയ്യുന്നത്, പ്രസന്റ് ചെയ്യുന്നത്. ഒന്നല്ലെങ്കിൽ നമുക്ക് എഴുതി കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഗ്രാഫിക് ആയിട്ട് നമുക്ക് റിപ്പോർട്ടിംഗ് നടത്താം, അല്ലാന്നുണ്ടെങ്കിൽ ഓറൽ റിപ്പോർട്ടിംഗ് നടത്താം. ഇനി റിട്ടേൺ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന സമയത്ത് എന്താ പറയുന്നത് അവിടെ, അതായത് a number of written reports may be sent to various levels of management. മാനേജ്മെന്റിന്റെ ഡിഫറെന്റ് ലെവലിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഈ റിട്ടേൺ റിപ്പോർട്ട്സ് കൊടുക്കേണ്ടതായിട്ട് വരും. അതിന് നമ്മൾ വീണ്ടും 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫോർമൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ്. ഫോർമൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ആക്ച്വൽ ഫിഗേഴ്സും അതുപോലെ തന്നെ നമ്മൾ ബഡ്ജറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫിഗേഴ്സും ഉണ്ടായിരിക്കും. അതിന്റെ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ വരുന്നത് ഫോർമൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ വരുന്നത്.
പിന്നെ പറയുന്നത് എന്താണ് ടാബുലേറ്റഡ് ഇൻഫർമേഷൻസ്, അതായത് ഇൻഫർമേഷൻ റിഗാർഡിംഗ് എക്സ്പെൻഡിച്ചർ, സെയിൽസ്, പ്രൊഡക്ഷൻ, ഇവയെല്ലാമാണ് ഇവിടെ വരുന്നത് നമ്മുടെ ടാബുലേറ്റഡ് ഇൻഫർമേഷൻസിൽ വരുന്നത്. നെക്സ്റ്റ് എന്താണ് അക്കൗണ്ടിങ് റേഷ്യോസ് ആണ്. അക്കൗണ്ടിങ് റേഷ്യോസിൽ പറയുന്നത് ഈ ഫോർമൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ കറണ്ട് റേഷ്യോസ്, എഫിഷ്യൻസി റേഷ്യോസ്, പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്, ഇവയെല്ലാമാണ് ഇവിടെ വരുന്നത് അക്കൗണ്ടിങ് റേഷ്യോസിൽ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഗ്രാഫിക്കൽ റിപ്പോർട്ടിംഗ് എന്താന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലെ. ജസ്റ്റ് ഒന്നും കൂടെ പറയാം. പലതരത്തിലുള്ള ചാർട്ടുകൾ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഡയഗ്രാംസ് യൂസ് ചെയ്ത് പിക്ചേഴ്സ് യൂസ് ചെയ്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു റിപ്പോർട്ടിംഗ് നടത്തുന്നതാണ് നമ്മൾ ഗ്രാഫിക്കൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒരു കാര്യം വായിച്ച് മനസ്സിലാക്കുന്നതിലും കൂടുതലായിട്ട് ഒരു പിക്ചർ കണ്ടാൽ മനസ്സിലാവാനായിട്ട് സാധിക്കും ഇല്ലേ. അപ്പോൾ എന്താണ് അങ്ങനെ നമ്മൾ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ക്വിക്ക് ആയിട്ട് അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് എന്താണോ ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളത് ഓറൽ റിപ്പോർട്ടിംഗ് ആണ്. അപ്പോൾ നമുക്കൊരു പിക്ചർ കാണുകയും അതിനോടൊപ്പം ആ കാര്യം ഒരാൾ പറഞ്ഞും കൂടെ തരികയാണെന്നുണ്ടെങ്കിൽ എന്താണ് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഓറൽ റിപ്പോർട്ടിംഗ് ആണെന്ന് പറയാം. നമുക്ക് ഇതിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിട്ടേൺ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന സമയത്ത് കുറച്ച് കുറവായിട്ടായിരിക്കും മനസ്സിലാവാനായിട്ട് പോകുന്നത്. അതായത് മറ്റുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഗ്രാഫിക്കൽ റിപ്പോർട്ടിനെയും ഓറൽ റിപ്പോർട്ടിങ്ങിനെയും വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവാനായിട്ട് പോകുന്ന ആ ഒരു ലെവൽ എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പോൾ റിട്ടേൺ റിപ്പോർട്ടിനേക്കാളും കുറച്ചും കൂടെ എന്താ പറയുന്നത് ബെനിഫിറ്റ് ഉണ്ടാവുന്ന ഏതിനാണ് ഗ്രാഫിക്കൽ റിപ്പോർട്ടിനാണ്. അതിനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഓരോ റിപ്പോർട്ടിനാണ് കുറച്ചും കൂടെ എന്ത് ചെയ്യുന്നത് ബെനിഫിറ്റ് ഉള്ളത് അല്ലെങ്കിൽ കുറച്ചുകൂടി നമുക്ക് മനസ്സിലാവാനായിട്ട് പോകുന്നത്. അപ്പൊ ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇനി ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ഞാൻ അസൈൻമെന്റ് ആയിട്ട് തന്നതായിരുന്നു. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പലരും ചെയ്യാത്ത ആളുകളുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന്റെ നോട്ട് ഞാൻ തന്നിട്ടില്ലാത്തത് കൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇത്രയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഈ ഇതിന്റെ ഒരു പ്രിന്റ് ഔട്ടും കൂടെ PDF ആയിട്ട് നിങ്ങൾക്ക് ഞാൻ ഗ്രൂപ്പിൽ അയച്ചും കൂടെ തരാം. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക.